ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ പന്തനകാവിനടുത്തുള്ള പെരുമണ്ണക്കടുത്തുള്ള ഒരു സ്ഥലത്താണുള്ളത് കേട്ടോ. അവിടെ നമ്മൾ റോഡ് സൈഡിലുള്ള ഇങ്ങനെ യാത്ര പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. അടിപൊളി നെയ്യപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ചായക്കട. നമ്മൾ മഴക്കാലത്തൊക്കെ നല്ല മഴ പെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ആഗ്രഹിക്കാറില്ലേ? അങ്ങനെ കയറി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചായക്കട കേട്ടോ. ഇതൊരു പാടത്തിന്റെ സൈഡിലാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ലൊരു എന്താ പറയാ, ഒരു അടിപൊളി ഒരു വൈബാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ. അതായത് നല്ല തണലുള്ള, നല്ല വെയിലൊന്നും ഇല്ലാത്തൊരു അടിപൊളി സ്ഥലത്താണ് ഈ ചായക്കട ഉള്ളത്. അവിടെ ഒരു താത്ത നടത്തുന്ന ഒരു ചെറിയൊരു ചായക്കട ഉണ്ട്. അവിടെ നെയ്യപ്പം അതുപോലെ തന്നെ ഉണ്ണിയപ്പമാണ് കാര്യമായിട്ട് അവിടുത്തെ കടികൾ എന്ന് പറയുകയാണെങ്കിൽ. ഇവിടുത്തെ നെയ്യപ്പം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് കേട്ടോ. നമ്മൾ അധികം നെയ്യപ്പം കഴിക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം വേവ് വളരെ കുറവായിരിക്കും. ഇവിടുത്തെ നെയ്യപ്പത്തിന് ഉൾഭാഗം നല്ല രീതിയിൽ നമ്മൾ കലത്തപ്പത്തിനൊക്കെ പോലെ നല്ല വെന്തിട്ടുണ്ട്. നല്ല ലെയർ പോലുള്ള ഉൾഭാഗം തന്നെ നല്ല ലെയർ പോലെ നെയ്യപ്പം കേട്ടോ. അത് ഉണ്ടാക്കുന്നത് കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഒരു ചെറിയൊരു ചട്ടിയിൽ ഒരു നെയ്യപ്പത്തിന് മാവ് ഒഴിച്ചതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ മറച്ചിട്ട് അത് അടുത്തൊരു ചട്ടിയിലേക്ക് മാറ്റുന്നു. അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേവ് ഉണ്ടാകും എന്നതാണ് ഇതിൻ്റെ ഒരു വസ്തുത. അങ്ങനെയുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ കോഴിക്കോട് പന്തീരങ്കാവിനടുത്തുള്ള പെരുമണ്ണക്കടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിൽ പോകുന്ന ആളുകളൊക്കെ ഒന്ന് കയറി കഴിക്കുക. ഈ ഉണ്ണിയപ്പത്തിന് 5 രൂപ വില ഉള്ളൂ. അതുപോലെ തന്നെ നെയ്യപ്പത്തിന് 10 രൂപയാണ് വില കേട്ടോ. എന്തായാലും നമ്മൾ കഴിച്ചു, അടിപൊളി തന്നെയായിരുന്നു. നല്ല ഉള്ളൊക്കെ നല്ല വെന്ത അടിപൊളി നാടൻ നെയ്യപ്പം എന്ന് തന്നെ പറയാൻ പറ്റും. ചായയും അടിപൊളി തന്നെയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ നടത്തുന്ന ഒരു ചായക്കടയാണ്. അപ്പോൾ എല്ലാവരും വരിക, ഇതിൽ പോകുന്നവരൊക്കെ ഒന്ന് കയറുക, അതുപോലെ തന്നെ അവിടെ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വ്യത്യസ്തമായ വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.